ഹലോ, ഞാനൊരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലത്തെ തിരക്കാട്ടോ. രാവിലത്തെ തിരക്ക് ലഞ്ച് ഉണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ മോന് ടിഫിൻ ബോക്സ് സ്നാക്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഇതൊക്കെ ആയി വരുന്നുണ്ട്. നമുക്ക് സ്നാക്സ് ബോക്സ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ചപ്പാത്തിയും പനീർ കറിയാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതും പാക്ക് ചെയ്യാണ്. അപ്പോൾ ഇവർക്ക് 2 സ്നാക്സ് ആട്ടോ കൊണ്ടുപോകേണ്ടത്. ഒന്ന് മെയിൻ സ്നാക്സ് ആയിട്ട് രാവിലെ കഴിക്കാനും, പിന്നെ ലഞ്ച് ടൈമിൻ്റെ സമയത്ത്, അതായത് ലഞ്ച് ആക്ച്വലി തിരിച്ച് വന്നിട്ടാണ് കഴിക്കാറ്. സ്കൂളിൽ നിന്ന് 2 മണിയാകുമ്പോൾ എത്തും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ലഞ്ച് കഴിക്കുക. അപ്പോൾ ചെറിയൊരു സ്നാക്സാണ് സെക്കൻഡ് സ്നാക്സ്. അപ്പോൾ അതാ ലഞ്ച് ബോക്സ് റെഡിയായി. ഇനി അവർ അച്ഛനും മോനും പോയി. ഇനി ചെറിയ ആളും ഞാനും മാത്രമേ ഉള്ളൂ. പിന്നെ ഇനി ക്ലീനിങ്ങിൻ്റെ ഇതാണ്. അപ്പോൾ ഞാൻ അടിച്ചു വാരാൻ വരുമ്പം അവനും കൂടെ വരും, ഒരു ചൂലൊക്കെ എടുത്തിട്ട്. പിന്നെ അവൻ്റെ ടോയ്സൊക്കെ ചെറിയ ആൾ അവൻ തന്നെ പറഞ്ഞ് എടുത്തു വെക്കും കേട്ടോ, നിർബന്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ് അവൻ്റെ ടോയ്സൊക്കെ എടുത്തു വെക്കാണ്. അപ്പം ഞാനിങ്ങനെ അടിച്ചു വാരിക്കൊണ്ട് നിൽക്കുകയാണ്. അവൻ അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവൻ്റെ ഒരു ചെറിയ ചൂലുണ്ട്, അതെടുത്തിട്ട് അവനും എൻ്റെ കൂടെ എൻ്റെ ബാക്കിൽ തന്നെയുണ്ട്. എൻ്റെ വാല് പോലെ ബാക്കിൽ തന്നെ നടപ്പാണ്. അപ്പം അങ്ങനെ ക്ലീനിങ്ങിലാണ്. അടിച്ചു വാരണം, നിലം തുടക്കണം, ബാത്റൂം കഴുകണം, അങ്ങനെ കൊച്ചു കൊച്ചു പരിപാടികളാണ്. അപ്പോൾ അടിച്ചു വാരലാണ് ആദ്യം തന്നെ. അതുപോലെ ബാൽക്കണിയൊക്കെ അടിച്ചു വാരാനുണ്ട് കേട്ടോ. അപ്പോൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് എന്നിട്ട് വേണം അവനെ കുളിപ്പിക്കാൻ. അതിൻ്റെ ഇടയിൽ അവനെ കുളിപ്പിക്കാൻ പോവാണ്. അതിന് ശേഷം കേട്ടോ ഞാൻ നിലം തുടക്കാൻ പോയത്. അപ്പോൾ അവനെ കുളിപ്പിക്കാൻ പോവാണ്. കുളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ, കാരണം കുറേ നേരം വെള്ളത്തിലൊക്കെ കളിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ച് വന്നിട്ടുണ്ട്. ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി ബാക്കി എൻ്റെ പരിപാടിയിലോട്ട്, അതായത് ഇവന് ഫുഡ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കി ക്ലീനിങ്ങിലോട്ട്. പക്ഷേ ഫുഡ് കഴിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയുക ടാസ്ക് തന്നെയാണ്. കഴിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ കുട്ടികളെ പൊതുവെ എങ്ങനെയാണല്ലോ അവരെ കഴിപ്പിക്കുക എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് ഇരുന്നാൽ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോയി അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഫുഡൊന്നും കഴിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ ഉറങ്ങി. പിന്നെ എൻ്റെ ക്ലീനിങ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ കുളിക്കാൻ. പിന്നെ പരിപാടിയൊന്നുമില്ല കേട്ടോ, പിന്നെ എല്ലാ പണികളും തീർന്നു. പിന്നെ ഈവനിങ്ങിൽ ഡിന്നർ റെഡിയാക്കുക, അങ്ങനത്തൊക്കെ ഉള്ളൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുളിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അവൻ എഴുന്നേറ്റു. പിന്നെ അതാ ഞങ്ങൾ കുഞ്ഞു പൂക്കൾ, ഇപ്പോൾ ഓണാണല്ലോ, അപ്പോൾ ഒരു കുഞ്ഞു പൂക്കളൊക്കെ ഇട്ടു. പിന്നെ ഇനി അവൻ്റെ കൂടെയുള്ള ടൈം കേട്ടോ, അവൻ്റെ കൂടെ കളിക്കുക, അവൻ്റെ കൂടെ എന്താ പറയുക, അവൻ്റെ ടൈമാണ്. അപ്പോൾ കുട്ടി വ്ളോഗാണ്, അവൻ്റെ കൂടെ കളിക്കുന്നൊരു എന്താ പറയുക, അതാണ് മെയിൻ രാവിലത്തെ റുട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഏട്ടൻ വന്നാൽ ഏട്ടൻ്റെ കൂടെ അങ്ങോട്ട് കളിച്ചോളും. അപ്പോൾ അവൻ്റെ കൂടെ കളിക്കാണ്. പിന്നെ ഇനി അവന് ഇച്ചിരി ഓട്സ് ഉണ്ടാക്കി അത് അവന് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്